കുറേ ദിവസമായില്ലേ നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ എംടെക്കിൻ്റെ ഫസ്റ്റ് ഇയർ ക്ലാസ് റൂമിലാണ് ഉള്ളത്. ഇന്നത്തെ വീഡിയോ നമുക്ക് നമ്മുടെ ക്ലാസ് റൂമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ദ്യുതി. കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പം നിങ്ങളുടെ ഒത്തിരി കമൻസും ഡൗട്ട്സും ഒക്കെ ഞാൻ കണ്ടു. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞാൻ ആക്ച്വലി എൻ്റെ എംടെക് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഈ കോളേജിൽ വന്ന് ഈ ക്ലാസ് റൂമൊക്കെ കണ്ടപ്പോൾ ഐ ഫീൽ സോ ഹാപ്പി ആക്ച്വലി. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ആംബിയൻസ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്കും കൂടെ ഞാൻ ഞങ്ങളുടെ ക്ലാസ് എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരാം. ഓക്കെ, വരുമ്പോൾ ഇതാണ് ഞങ്ങളുടെ ക്ലാസ് റൂം. ഇപ്പം നമുക്ക് വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികളൊന്നും ഇവിടെ ഇല്ല, എല്ലാവരും ഇൻറ്റേൺഷിപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസിയാണ്. അപ്പം നമുക്ക് ക്ലാസ്സിൽ കുറേ ഫാന് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് പോരാതെ എനിക്ക് ആക്ച്വലി ഭയങ്കര അട്രാക്റ്റീവായി തോന്നിയത് ഈ ഒരു സീറ്റിംഗ് സെറ്റപ്പാണ്. എല്ലാവർക്കും ഇൻഡിവിജ്വൽ ചെയർ, ടേബിള്, ഒരു ഇതിൽ 2 പേരാണ് വരിക. പിന്നെ നമുക്ക് ഒരു നമ്മുടെ പ്രൊജക്ടർ ഉണ്ട്. ആ പ്രൊജക്ടറിന് വേണ്ടിയിട്ട് ഒരു ബോർഡുണ്ട്. പിന്നെ മാർക്കർ വെച്ച് എഴുതുന്നതും ചോക്ക് വെച്ച് എഴുതുന്നതായിട്ടുള്ള 2 ബോർഡും ഉണ്ട്. ഇത് ആക്ച്വലി നമുക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് 2 ബോർഡും ഫില്ലായിട്ടാണ് അവരെടുക്കുന്നത്. പിന്നെ ഒരു വിറതാങ്ങി എന്ന് മലയാളത്തിൽ പറയും, പോഡിയം, അതുണ്ട്. പിന്നെ നല്ലൊരു ടേബിൾ, ഇത് ടീച്ചേഴ്സ് ഡെസ്ക്കാണ്. പിന്നെ നമ്മുടെ ഡെസ്ക് ഇൻഡിവിജ്വൽ ബെഞ്ചസും അതിനൊക്കെ ഈ ഡെസ്കിന് നമുക്ക് ബുക്ക് വെക്കാനായിട്ടൊരു സെപ്പറേറ്റ് അറയുണ്ട്. അതുപോലെ തന്നെ കാല് വെക്കാനും സ്ഥലമുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഇൻഡിവിജ്വലി ഓരോരോ ടേബിള് ആണ് ഈ ഒരു ക്ലാസ്സിൻ്റെ സെറ്റപ്പ്. ആക്ച്വലി ഞാൻ ഈ ക്ലാസ് കണ്ടപ്പം ഓ മൈ ഗോഡ് എന്ന് ഫീൽ ചെയ്തായിരുന്നു. എന്ത് രസമാണ്. നമ്മൾ ഈ സ്കൂളിലും കോളേജിലൊക്കെ മുന്നേ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടിരിക്കുക, പിന്നെ നമുക്ക് ബെഞ്ചിൽ മര്യാദയ്ക്ക് സ്ഥലം ഉണ്ടാവില്ല. അങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻ ഇവിടേക്ക് എത്തുമ്പോൾ ഒത്തിരി സ്പേസ്, നമുക്ക് ആ ഇൻഡിവിജ്വൽ ചെയർ, പിന്നെ നമ്മുടെ ക്ലാസ് റൂമിലാകെ കുറച്ച് ആൾക്കാരേ ഉണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു ആംബിയൻസ് ആയിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഞാൻ നമ്മുടെ സെക്കൻഡ് ഇയറിൻ്റെ ക്ലാസ് റൂം കണ്ടപ്പം ഐ വാസ് ലൈക്ക് ഓ മൈ ഗോഡ്, ഈ ക്ലാസ് ഒന്നുമല്ല, സെക്കൻഡ് ഇയേഴ്സിൻ്റെ ക്ലാസ്സാണ് കിടിലം. ഐ മീൻ നമ്മുടെ ഇവിടെ ഇപ്പം റെക്റ്റാങ്കിൾ ടേബിൾസ് ആണെങ്കിൽ അവിടെ നമുക്ക് റൗണ്ട് ടേബിൾസ് ആണ്. റൗണ്ട് ടേബിൾസിന് ചുറ്റും ഇരുന്നിട്ടാണ് കുട്ടികൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. ഞാൻ ഐ ഫീൽ ഓ മൈ ഗോഡ്, ആ ക്ലാസ്സൊക്കെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ നമ്മളിനി സെക്കൻഡ് ഇയറിലേക്ക് പോകുമ്പോൾ നമുക്ക് ആ ക്ലാസ് റൂം കിട്ടും. നമുക്ക് കൂടുതലും ക്ലാസ്സസ് ഫസ്റ്റ് ഇയറിലാണ് ഉണ്ടാവുക. കഴിഞ്ഞ തവണ ഞാൻ കോളേജ് റിലേറ്റഡ് ആയിട്ട് വീഡിയോ ഇട്ടപ്പം എനിക്ക് അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടും അല്ലാതെയും കുറച്ച് ഡൗട്ട്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഹോസ്റ്റലിൻ്റെ വീഡിയോ ഇട്ട സമയത്തും അതുപോലെ നമ്മുടെ കോളേജ് അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടും. അപ്പം ആ ഒരു ക്വസ്റ്റ്യൻസിനെ ഈ ഒരു വീഡിയോയിൽ ആൻസർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഞാനൊന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യനും ആൻസർ തരാം. അതാകുമ്പം നിങ്ങൾക്ക് ലൈക്ക് എല്ലാവർക്കും ഇങ്ങനെ ഇൻഡിവിജ്വലി റിപ്ലൈ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നി. അപ്പം അതിൽ ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഹോസ്റ്റൽ റിലേറ്റഡ് വീഡിയോയിൽ ബോയ്സിന് ഹോസ്റ്റൽ ഉണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ കോളേജിൽ ബോയ്സിന് ഹോസ്റ്റലില്ല. സോ ഇവിടെയുള്ള ബോയ്സ് സെപ്പറേറ്റ് പുറത്ത് പോയിട്ട് വേറെ PGs ഒക്കെ ഫൈൻഡ് ചെയ്തിട്ട് അവിടെയാണ് താമസിക്കുന്നത്. അപ്പം അവർക്ക് നമ്മുടെ കോളേജ് വകയോ അല്ലെങ്കിൽ ഗവൺമെൻറ് വകയോ ആയിട്ട് ഒരു ഹോസ്റ്റൽ ഫെസിലിറ്റി നമ്മുടെ കോളേജിലില്ല. ആൻഡ് സെക്കൻഡ്, ഹോസ്റ്റൽ ഫീസ് എങ്ങനെയാണെന്ന് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ആക്ച്വലി ഞാൻ അവരുടെ അടുത്ത് റിപ്ലൈ ചെയ്തായിരുന്നു. അതായത് നമ്മുടെ കോളേജിൽ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് നമുക്കൊരു ഫീ പറയാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷേ ഇപ്പം ഞാൻ കഴിഞ്ഞ ഇയറിൽ ഞാൻ കൊടുത്ത ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറൗണ്ട് ഒരു എന്താ പറയുക 5,000 താഴെയാണ് സാധാരണ വരാറ്. അത് ഒരുപോലെയല്ല വരിക, ഓരോ കുട്ടികൾക്കും അനുസരിച്ചാണ്. 5,000 എന്ന് പറയാൻ പറ്റില്ല. ഹോസ്റ്റൽ ഫീ എന്ന് പറയുന്നത് ഒരു 310 റുപ്പീസാണ് റൂം റെൻറ്റ് വരുന്നത്. അതിനുശേഷം പിന്നെ ഒരു 350 റുപ്പീസ് എന്ന് പറഞ്ഞിട്ട് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഫീ വരും. പിന്നെ മെസ് ഫീ വരും. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ എന്തെങ്കിലും ഫൈനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് വരും. പിന്നെ ഹോസ്റ്റലിൽ നമ്മൾ താമസിക്കുന്ന ഡേയ്സിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ റെൻറ്റ് വരുന്നത്. അപ്പം ഇൻ കേസ് ഒരു കുട്ടി കണ്ടിന്യൂസ് ഒരു 5 ഡേയ്സിൽ കൂടുതൽ ലീവൊക്കെ ആവുകയാണെങ്കിൽ ആ കുട്ടിക്ക് ഹോസ്റ്റലും എന്ത് വരും, ഈ റെൻറ്റ് കുറഞ്ഞു കിട്ടും. അപ്പം ഈ 310 റുപ്പീസ് എന്ന് പറയുന്നതും 350 റുപ്പീസ് എന്ന് പറയുന്നതും നമ്മൾ എല്ലാ മന്തും കറക്റ്റായിട്ട് അടക്കണം. അതിൻ്റെ കൂടെ മെസ് ഫീ ആണ് നമുക്ക് വാരി ചെയ്ത് വരിക. അപ്പം അത് അറൗണ്ട് ഒരു 3,000-4,000 ഉള്ളിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇതാണ് ഏകദേശം ഒരു ധാരണ. പക്ഷേ അതിൽ തന്നെ വാരിയേഷൻ ഉണ്ടാവാം. പിന്നെ ഈ ഇയർ തൊട്ടിട്ട് എങ്ങനെയാണ് ഫീ വരുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. ഓക്കെ, ആൻഡ്
സെക്കൻഡ്, എൻ്റെ പേഴ്സൻറ്റേജിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾ അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു കോഴ്സിന് അഡ്മിഷൻ കിട്ടാൻ എത്രമാത്രമാണ് CGPA വേണ്ടത് എന്നാണ്. ആക്ച്വലി നമ്മുടെ കോളേജിൽ നമ്മുടെ കേരളത്തിൽ ഓരോ കോളേജസിലും എത്രമാത്രമാണ് CGPA ആവശ്യം എന്നുള്ളത് വാരി ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം എൻ്റെ കോളേജിൽ എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് അല്ലാതെ ഇപ്പോൾ സിവിൽ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ അവിടെ ഒരു 9.5-നും 9.8-നൊക്കെ മേളിൽ CGPA ഉള്ള ആൾക്കാർക്കാണ് കിട്ടുന്നത്. കാരണം സിവിലിന് ഭയങ്കര റഷാണ് ഇവിടെ. അതുപോലെ ബാക്കി ഡിപ്പാർട്ട്മെൻറ്റ്സിന് അതിനനുസരിച്ചാണ്. പിന്നെ നിങ്ങൾ ഒരു CET-യിൽ എൻ്റെ ഒരു ഫ്രണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെടുത്ത കോഴ്സിന് 8.2 അങ്ങനെ എന്തോ ആയിരുന്നു CGPA റിക്വയർമെൻറ്റ്. കാരണം ആ ഒരു ലെവലിലുള്ള ആൾക്കാർക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പം ഈ നമ്മുടെ കോളേജിൽ സീറ്റിനനുസരിച്ചിട്ടാണ് നമ്മുടെ CGPA വാല്യൂ ചെയ്യുന്നത്. അതായത് ഇപ്പം ഇവിടെ ഒരു 18 സീറ്റുള്ള ഒരു കോഴ്സാണ് ഉണ്ടാവുക. ഒരു MTech കോഴ്സിന് 16 സീറ്റ് ഫില്ലായി, ബാക്കി വരുന്ന 2 സീറ്റിലേക്ക് ആളില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് വരുന്ന CGPA ഒരു 7 എബോ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. അത് സീറ്റ് ഫില്ലാവുന്നതിനനുസരിച്ചിട്ടാണ്. അപ്പം നമുക്കൊരു കാര്യത്തിൽ സ്പെസിഫിക് ആയിട്ട് CGPA പറയാൻ പറ്റത്തില്ല. പിന്നെ ചോദിച്ചിരിക്കുന്നത് പ്ലേസ്മെൻറ്റിനെ കുറിച്ചാണ്. പ്ലേസ്മെൻറ്റ് അവൈലബിൾ ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നായിരുന്നു. അപ്പം പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന കാര്യം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഡിഫറെൻ്റ് ആണ്. ഇവിടെ വരുന്ന കമ്പനീസ്, കാര്യങ്ങൾ അങ്ങനെയൊക്കെ അനുസരിച്ചിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ നമ്മുടെ കോളേജിൻ്റെ ഇൻസ്റ്റഗ്രാം സൈറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ കോളേജിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് ജസ്റ്റ് കോളേജിൻ്റെ പേര് അടിച്ചു നോക്കുക, വെബ്സൈറ്റ് കയറുക. അപ്പോൾ വെബ്സൈറ്റിൽ എന്തുണ്ടാവും, അവർ പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടുള്ള കുട്ടികളുടെ ഡീറ്റെയിൽസും കമ്പനി ഡീറ്റെയിൽസൊക്കെ അതിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പ്ലേസ്മെൻറ്റ് അവൈലബിൾ ആണോ അല്ലയോ എന്നുള്ളത്. അതുപോലെ ഇപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെ ആണെങ്കിലും GCK എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്. അതിൽ കയറിയാലും നിങ്ങൾക്ക് GCKയുടെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ MTechന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് ആക്ച്വലി അപ്ലൈ ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ഞാൻ ആ ഒരു സമയത്ത് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു 7th വരെയായിരുന്നു ആ ഡേറ്റ് വന്നത്. ആ സമയത്താണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. അപ്പം അതിനുശേഷം അതിനുശേഷം അവരെന്ത് ചെയ്തു, അത് അപ്ഡേറ്റ് ചെയ്തിട്ട് ഒരു 13th വരെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തില്ല, പക്ഷെ ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ. അപ്പം അത് കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് അഡ്മിഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല, പക്ഷേ നമുക്കൊരു ഓപ്ഷൻ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ കോളേജസിലും എത്ര സീറ്റ് ഫുള്ളായി അല്ലെങ്കിൽ എത്ര സീറ്റിൽ ഫില്ലായി എന്ന് നോക്കിയിട്ട് നമുക്ക് ആ കോളേജുകൾ അതിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ കോഴ്സിന് വേണ്ടിയിട്ടും സ്പോട്ട് അഡ്മിഷൻ നടത്തും. അപ്പോൾ ആ സ്പോട്ട് അഡ്മിഷൻ ഡേറ്റ് എന്നാണ് എന്ന് നമ്മൾ എൻക്വയറി ചെയ്തിട്ട് ആ ഡേറ്റിന് ആ കോളേജിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കോഴ്സിന് അഡ്മിഷൻ എടുക്കാൻ പറ്റും. അതാണ് നെക്സ്റ്റ് നമുക്ക് MTechന് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ. ഇപ്പം ഈ ഒരു സമയത്ത് നമുക്ക് ആ ഒരു പെട്ടെന്ന് അത് വിട്ടുപോയി, നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു ഓപ്ഷനിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ കോളേജിൽ കറൻ്റ്ലി സ്പോട്ട് അഡ്മിഷൻ വന്നിട്ടില്ല. ഇൻ കേസ് വരുന്ന സമയത്ത് ഞാൻ വീഡിയോ ത്രൂ അറിയിക്കാം. അപ്പം ഇപ്പോൾ ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷമൊക്കെ ഒരു ഓഗസ്റ്റ് ഒരു പകുതി അങ്ങനെയൊക്കെയാണ് സ്പോട്ട് അഡ്മിഷൻ ഉണ്ടായിരുന്നതെന്ന് തോന്നുന്നു. അപ്പം ഈ ഒരു കാര്യം ഞാൻ നെക്സ്റ്റ് ഇനി എപ്പോഴെങ്കിലും കോളേജിൽ നിന്ന് അപ്ഡേഷൻ വരുന്ന സമയത്ത് നിങ്ങളെ വീഡിയോ ത്രൂ അറിയിക്കുന്നതായിരിക്കും. ആൻഡ് പിന്നെ നിങ്ങൾ ചോദിച്ചിരിക്കുന്നത് ഇയർ ഗ്യാപ്പ് മാറ്റർ ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നായിരുന്നു. ആക്ച്വലി ഇപ്പം ഞാൻ പഠിക്കുന്ന കോഴ്സിന് ഇയർ ഗ്യാപ്പ് മാറ്റർ അല്ല. എനിക്ക് തോന്നുന്നു മിക്ക കോഴ്സുകൾക്കും ഇയർ ഗ്യാപ്പ് മാറ്റർ അല്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് മതിയായ മാർക്കും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാവുന്നതേ ഉള്ളൂ. പിന്നെ ഇന്നത്തെ ഇപ്പം നമ്മുടെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസിൻ്റെ മാത്രം കാര്യമല്ല, ഇവിടെ NIT പോലുള്ള സ്ഥാപനങ്ങളിലും ഇതുപോലെ MTech ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ഒരു വൈഡ് റേഞ്ച് ഓഫ് ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുന്നിൽ തുറന്നു കിട്ടും. അപ്പം ഈ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിനേക്കാളും നമുക്ക് അറിയാവുന്ന കാര്യമാണ് NITs ഒക്കെ ഒരു പടി മുന്നിൽ തന്നെ ആയിരിക്കും. അപ്പം അവിടെയും ഇതുപോലെ ഒരുപാട് സീറ്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ള ഒരു കറൻറ്റ് ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അതിലും നോക്കാവുന്നതാണ്. അപ്പം ഇത്രയാണ് നമുക്ക് ഈ ഒരു അഡ്മിഷൻ കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. അതുപോലെ ഒരു ഗിവ് അവേ ഞാൻ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഗിവ് അവേയുടെ ബേസിൽ എനിക്ക് 2-3 മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഒരു ഞാൻ ആഗ്രഹിച്ച രീതിയിലൊരു അപ്പിയറൻസ് ഒന്നും ആ വീഡിയോക്ക് ഉണ്ടായിരുന്നില്ല. ആൻഡ് അതിൽ അപ്ലൈ ചെയ്ത മിക്ക ആൾക്കാരുടെയും ഇൻറ്റൻഷൻ
മണി എന്നുള്ളതായിരുന്നു. അവർക്ക് ഈ ഗിവ് അവേ ഐറ്റംസിനോടോ ഒന്നുമല്ല താല്പര്യം. മിക്ക ആൾക്കാരും എനിക്ക് മണി എന്നുള്ള രീതി, അത് ജെന്യുവൻ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരിക്കലും ഒരു മണി ഗിവ് അവേ അല്ല ഞാൻ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സം കൈൻഡ് ഓഫ് സ്റ്റഡി മെറ്റീരിയൽസ് അങ്ങനെ എന്തെങ്കിലുമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഗിവ് അവേയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു വേണ്ട രീതിയിലുള്ള റെസ്പോൺസ് വരാത്തത് കൊണ്ട് ഐ ഡിസൈഡഡ് അത് എനിക്ക് തോന്നുന്ന ആർക്കെങ്കിലും ചെയ്യാമെന്നുള്ളതാണ്. ഞാൻ സത്യമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ വലിയ റെസ്പോൺസ് വന്നില്ല. സോ ഞാൻ ആദ്യം ആലോചിച്ചു ഏതെങ്കിലും അനാഥാലയത്തിൽ കുട്ടികൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും വൃദ്ധസദനം അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അപ്പം എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. നിങ്ങൾക്ക് അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എല്ലാവരും ഹാപ്പി ആൻഡ് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. പിന്നെ ചില ആൾക്കാർ എനിക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്നുണ്ട്, ഡൗട്ട്സ് ഒക്കെ ചോദിക്കുന്നുണ്ട്, പക്ഷെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നില്ല. സോ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.